ഇത് നമ്മുടെ ലാലിമോൾ. ലാലിമോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ കുറച്ച് ദിവസം മുമ്പേ പേരിട്ടൽ ചടങ്ങ് നടത്തിയതാണ്. അപ്പോൾ ഇവിടുത്തെ കുട്ടിയാണ്. അപ്പം ഞങ്ങളൊരു ദിവസം പേരൊക്കെ ഇട്ടു. ഇവളെ അറിയാത്തതായിട്ട് ആരുമില്ല. പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പോൾ 1.5 മാസമായി കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇവൾക്ക് കപ്പ മരിച്ചിനി കൂടെ കൊടുക്കാറുണ്ട്. അപ്പം ചെറുതായിട്ട് കട്ട് ചെയ്താണ് കൊടുക്കാറ്. തിന്ന് പഠിച്ചു. ഇവളും പഠിച്ചു കേട്ടോ. കിങ്ങിണിയുടെ കൂടെ നിന്ന് ഇവളും പഠിച്ചിട്ടുണ്ട്. തിന്നാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. മണ്ണെല്ലാം കളഞ്ഞിട്ട് നല്ല ക്ലിയറായിട്ട് കഴുകി കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കും. ചെറുതായിട്ട്, വലുതാക്കില്ല, ചെറിയ കഷ്ണമാക്കി ചെറുതായിട്ട് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് വളരുമ്പോൾ നമുക്കൊരു 12 മാസം കഴിയുമ്പോഴൊക്കെ ഹീറ്റായി തുടങ്ങും ഇത് കൊടുക്കുമ്പോൾ. ഒരു 18 മാസം ആകുമ്പോൾ നമുക്ക് കുത്തിവയ്ക്കാം. ചില കന്നുകുട്ടികൾ എത്ര 14-16 ആകുമ്പോഴേ വിളി തുടങ്ങും. അപ്പം നല്ല വളർച്ചയുള്ള കുട്ടികൾ. അത് ആഹാരത്തിൻ്റെ ഇതാണ്. ചിലർ 2 വർഷം 24 മാസം ആയാലും ചിലർ ഹീറ്റാവാത്ത കുട്ടികളുമുണ്ട്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തുന്നു, പക്ഷേ ഹീറ്റാവുന്നില്ല, ചെന പിടിക്കുന്നില്ല. അതൊക്കെ ഒരുപാട് നഷ്ടമാണ്. പക്ഷേ അതൊക്കെ ഒരു ഭാഗ്യമാണ്. പറയാറില്ലേ, തലവര. നമുക്കും ഒരു ഭാഗ്യം വേണം. അതും കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താലും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഗംഗ അറിയാമല്ലോ എല്ലാവർക്കും. അവൾക്കൊരു മരിച്ചിനി കൊടുക്കാം. ഞങ്ങൾ കറവ പശുക്കൊക്കെ കൊടുക്കാറില്ല കേട്ടോ. കറവ പശുക്കൊക്കെ കൊടുക്കാറില്ല. അല്ലാതെ കൊച്ചു കുട്ടിയൊക്കെ കൊടുക്കാറുള്ളൂ. ഇവിടെ രാമുവിനും ചെറിയ കുട്ടിയൊക്കെ അങ്ങനെയുള്ളവർക്കേ കൊടുക്കാറുള്ളൂ. ഇതിപ്പോൾ ഇവളെ ഞാൻ കട്ട് ചെയ്യുന്ന കണ്ടത് കൊണ്ടാണ് ഒരു പീസ് കൊടുക്കാമെന്ന് വിചാരിച്ചത് അവൾക്ക്. ഇവക്ക് 20 ലിറ്ററിന് മുകളിൽ പാലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നമ്മുടെ ലാലിക്ക് കൊടുക്കാം. ലാലി ഇനി അത് തിന്നട്ടെ. ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കഴിക്കും അവൾ നന്നായിട്ട്. ഏകനായി പോകണം ഈ മണ്ണിൽ നിന്നും, അവസാന യാത്രയിൽ ഓർക്കുക നീ. നിഴലും നിൻ ശ്വാസവും 6 അടി മണ്ണും ഈ ഭൂമിയിൽ നിന്റെ സ്വന്തമാണോ? നിഴലു പോലും നിന്നെ കൈവിട്ടു പോകുമേ, ശ്വാസം നിലയ്ക്കുകിൽ ഓർക്കുക നീ. നിഴലു പോലും നിന്നെ കൈവിട്ടു പോകുമേ, ശ്വാസം നിലയ്ക്കുകിൽ ഓർക്കുക നീ. അപ്പോൾ എന്ത് നല്ല അടിപൊളി കവിതയല്ലേ, നല്ല ലയൻ. അത് ഒന്ന് കേട്ട് നോക്ക്, ശ്രദ്ധിച്ചൊന്ന് കേട്ട് നോക്ക് എല്ലാവരും. അപ്പം നല്ല അർത്ഥമുണ്ട് ഇതിൽ. നമ്മളിപ്പോൾ ഈ ഭൂമിയിൽ ഏകയായിട്ട് വന്നു, ഏകയായിട്ട് തന്നെ തിരിച്ചു പോകുന്നു. നമ്മുടെ അവസാന യാത്രയിൽ ആരും നമ്മുടെ കൂടെ കാണില്ല. ഒരുപാട് പേര് കൂടെ ഉണ്ടാകും. നീ പോകുമ്പോൾ ഞാൻ വരും എന്നൊക്കെ ഒരുപാട് പേര് പറയും. ഭാര്യ ഭർത്താവിനോടൊപ്പം പറയും, നിന്നെ ഞാൻ വിട്ടു പോകില്ല, നിന്നോടൊപ്പം ഞാനുണ്ടാകും. പക്ഷേ പോയേ പറ്റൂ, ഏകനായിട്ട് പോയേ പറ്റൂ. അത് പ്രകൃതി നിയമമാണ്. പക്ഷെ ആരും കൂടെ വരില്ല. അപ്പോൾ നമ്മുടെ 6 അടി മണ്ണിൽ എനിക്ക് ഈ കവിതയൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ, എന്ത് നല്ല അർത്ഥമായിട്ടുള്ള കവിതയാണെന്നറിയാമോ. അതൊക്കെ എത്ര കേട്ടാലും മതി വരില്ല. അങ്ങനെ അപ്പം നമുക്ക് ഈ ഭൂമിയിൽ ആരുമില്ല സ്വന്തമാണെന്ന് പറയാനായിട്ട്. നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകേണ്ടവരാണ് ഒരു ദിവസം. അത് ചിന്തിച്ച് മുന്നോട്ട് പോവുക. ജീവിതം, നമ്മുടെ നിഴല് പോലും നമ്മളെ കൈവിട്ട് പോകും. ആ ഒരു സന്ദർഭം വരും. അപ്പം ജീവിക്കുന്ന നാളത്രയും നന്നായിട്ട് ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. അപ്പോൾ നമ്മുടെ ലാലിയെ കണ്ടല്ലോ. ലാലിക്കുട്ടന് ഞങ്ങൾ മരിച്ചിനെയാണ് കൊടുക്കാറ്. ഞങ്ങൾ കഴിവതും നല്ല കുട്ടികളെ ഇവിടെ തന്നെ വളർത്താറ്. അപ്പം എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക. നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ തന്നെ നിങ്ങൾ വളർത്തിക്കൊണ്ട് പുതിയ തലമുറയെ വാർത്തെടുക്കുക. ഓക്കേ.